എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവാർഡാണ് അനസിയിൽ. ഇത് ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവാർഡാണ്. രണ്ടാമത്തെ അവാർഡ് ആർക്കും കിട്ടിയിട്ടുമില്ല. അതെ, വേൾഡ് ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു അവാർഡാണിത് അനിമേഷൻ ഫ്രറ്റേണിറ്റിയിൽ. അത് നമ്മുടെ ഇവിടെ അതിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. അത് അപ്പോൾ ആ അവയർനെസ് ആണ് എനിക്ക് തോന്നുന്നത് ആദ്യം വരേണ്ടത്. കാരണം ഇത്രയും കഴിവും സ്റ്റോറികളും ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത്രയും ഡ്രൈവേഴ്സ് ആയിട്ടുള്ള അതൊക്കെ നമുക്ക് ഈ ഒരു ആർട്ട് ഫോമിൽ കൂടി പറയാൻ പറ്റുകയാണെങ്കിൽ എത്രയോ പേരിൽ എത്തിക്കാൻ പറ്റും കഥകൾ. ആ ഒരു ഞാൻ ഒരു ചോദ്യം കൂടി. 3700 എൻട്രീസ് നിന്നാണല്ലോ സുരേഷിന് ഈ അവാർഡ് കിട്ടിയത്, സെലക്ട് ചെയ്തിട്ട് 900. അതെ. അപ്പൊ ഇതിൽ നിന്ന് വേറിട്ട് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള എന്ത് ഫീച്ചർ ആയിരിക്കാം ഈ ചിത്രത്തിൽ ഉടനീളം ഓടിക്കൊണ്ടിരുന്ന ഒരു ഫീച്ചർ? നമുക്കൊപ്പം ഉള്ളത് ശ്രീ സുരേഷ് ഏരിയാട്ടാണ്, പിന്നെ സജീവ് ബാലകൃഷ്ണൻ, രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ചിത്രകാരന്മാർ, ആനിമേറ്റേഴ്സ്, കാരിക്കേച്ചറിസ്റ്റ്. ലോകത്തെ ഫാസ്റ്റസ്റ്റ് കാരിക്കേച്ചറിസ്റ്റ് ആണ് സജീവ് ജി ആണ് ഇപ്രാവശ്യം സുരേഷ് ജി ആയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. ദേശി ഊൺ എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി ഇത് ആനിമേഷനിലെ ഓസ്കാറിന് തുല്യമായിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദേശി ഊൺ എന്ന് പറഞ്ഞ സുരേഷ് ജിയുടെ ഈക്സൊരസ് സ്റ്റുഡിയോന്റെ ഏറ്റവും പുതിയ ആനിമേഷന്. വെൽക്കം എവരിവൺ. വെൽക്കം സജീവ് ജി, സുരേഷ് ജി. താങ്ക് യു ആശിഷ്. താങ്ക്സ്. നമസ്കാരം. അപ്പൊ ബേസിക്കലി എന്നെ അട്രാക്ട് ചെയ്ത ഒരു റസ്റ്റി ക്വാളിറ്റി ആ ചിത്രത്തിന്റെ. എനിക്ക് തോന്നിയിട്ടുള്ള സുരേഷിന്റെ ഏറ്റവും മികച്ച ചിത്രം, ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച ചിത്രം ഡെഫിനറ്റ്ലി ഇത് തന്നെയാണെന്ന്. കാരണം ഒന്നാമത് അതിലെ കഥാപാത്രങ്ങള്, ആടുകളെ ഞാനൊരു ഓരോരോ വ്യക്തികളായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് അങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയത്. അതിലെ എക്സംപ്ലറി മ്യൂസിക്, ശരിക്കും ഞാനൊരു ഡെക്കാനിലൊരു പാടത്തിന് നടുവിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ജഗദോധാരണ അടിച്ചിതല ശോധ ജഗദോധാരണ അടിച്ചിതല ശോധ ജഗദോ ആടിച്ചിതള ശോധ ജഗദോ അത്രയുള്ളൂ ചേട്ടാ. ബാക്കി പാടിയ നിൽക്കുമെന്നറിയില്ല ശബ്ദം. നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടില് ഇതുമാതിരി ആടിന്റെ ഒരു മേച്ചിലില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളൊരു മൂവ്മെന്റ്, ഒരു മേച്ചിൽ റൂട്ട് എന്താന്ന് വെച്ചാൽ താറാവിനുണ്ടെന്നാണ് കേട്ടേക്കണേ. താറാവിന്റെ റൂട്ട് ഭയങ്കര യുണീക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് കൊല്ലം സൈഡിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് മുകളിലേക്ക് പോയി തമിഴ്നാട് വഴി ചുറ്റി വരുന്നൊരു വലിയൊരു റൂട്ടുണ്ട് ഇവർക്ക്. അത് നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഇങ്ങനെ ഒരു സംഭവം നമ്മള് താറാവിനെ പോകുന്നത് കണ്ടു, ചോറ്റാനിക്കര സൈഡിലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഡെയിലി പോക്കും വരവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു പ്രയാണമായിട്ടുള്ള സംഭവം നമുക്ക് അറിയില്ല. हर इंसान की मुझको होती है फिक्र। मैं बनूं घोंगड़ी घोंगड़ी सबके कंधे पे जो चढ़ी, कभी सर्दी से मैं लड़ी, कभी बरसातों की झड़ी, कभी पालना बन के झूली। നമ്മൾ ഈ ഡെയിലി സംഭവങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു, അതിനിടയിൽ ഇങ്ങനെ ഒരു ലൈഫ് നടക്കുന്നുണ്ട്. അതും പ്രകൃതിയുമായിട്ട് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ ഇങ്ങനെ ഇണങ്ങി ചേർന്ന് ഇങ്ങനെ പോകുന്നൊരു ലൈഫ്. ഇത്രയും കോംപ്ലിക്കേറ്റ് ആക്കുന്ന ലൈഫ് എത്രയോ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളത് മനസ്സിലാവും. അതായത് ഓൾറെഡി പ്രകൃതി എത്രയോ ഇൻഗ്രീഡിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കൂ, ക്വയറ്റായിട്ട്, വളരെ സന്തോഷമായിട്ട് ജീവിക്കൂ എന്നുള്ളത്. ഇത് എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവാർഡാണ് അനസിയിൽ. ഇത് ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവാർഡാണ്. ആർക്കും കിട്ടിയിട്ടുമില്ല.
വേൾഡ് ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു അവാർഡാണിത്, അനിമേഷൻ ഫ്രറ്റേണിറ്റിയിൽ. അത് നമ്മുടെ ഇവിടെ അതിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. അത് അപ്പോൾ ആ അവയർനെസ് ആണ് എനിക്ക് തോന്നുന്നത് ആദ്യം വരേണ്ടത്. കാരണം ഇത്രയും കഴിവും സ്റ്റോറികളും ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, ഇത്രയും ഡ്രൈവേഴ്സ് ആയിട്ടുള്ള. അതൊക്കെ നമുക്ക് ഈ ഒരു ആർട്ട് ഫോമിൽ കൂടി പറയാൻ പറ്റുകയാണെങ്കിൽ എത്രയോ പേരിൽ എത്തിക്കാൻ പറ്റും കഥകൾ. ആ ഒരു ഞാൻ പൊട്ടൻഷ്യൽ ചോദിക്കട്ടെ, ഞാൻ ഒരു ചോദ്യം കൂടി. 3700 എൻട്രീസ് നിന്നാണല്ലോ സുരേഷിന് ഈ അവാർഡ് കിട്ടിയത്, 900. സെലക്ട് ചെയ്തിട്ട്. അതെ. ആ. 900, അതെ. അപ്പൊ ഇതിൽ നിന്ന് വേറിട്ട് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള എന്ത് ഫീച്ചർ ആയിരിക്കാം? ഈ ചിത്രത്തിൽ ഉടനീളം ഓടിക്കൊണ്ടിരുന്ന ഒരു ഫീച്ചർ എന്ന് പറയാവുന്ന എന്തായിരിക്കാം? गजब है बड़ी सुंदर ये प्यारी ये जादू भरी खेती पहाड़ों में चरने ये जाए किस्म किस्म की ये जड़ी बूटियां खाए इनका दूध है दवा. ഇത് കാണുകയാണ്, അത് കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ശരിക്കും വെറുപൂട്ടാണ്, ഒരു തമാശ പറയാനുണ്ട്. ഇപ്പൊ ഏതായാലും സുരേഷും സംഭവിക്കുന്നുണ്ടാവും. ഞാൻ മിനിങ്ങാന്ന് എന്റെ ബൂളൊക്കെ എടുത്ത് കളഞ്ഞേ ഉള്ളൂ. അതുവരെ ഒരുപാടുണ്ടായിരുന്നു കമ്പനി. കാണാൻ പറ്റുമോ? സുരേഷ് എറിയാടാണ് കേട്ടോ, എറിയാട്ടല്ല, എറിയാട്. ആട് അടിപൊളി ചേട്ടാ. ഓക്കെ, താങ്ക് യു. हमें हर कदम बचाए, चलो कदम बढ़ाए उस उनको बचाए. तो हमें हर कदम बचाए, चलो कदम बढ़ाए उस उनको बचाए. तो हमें हर कदम बचाए, चलो कदम बढ़ाए उस उनको बचाए.